ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കും വെണ്ടയ്ക്ക കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി, പുൽക്ക, പരാഠയോടാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് വെണ്ടയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം നടുക്കൊന്ന് കീറി രണ്ട് പീസാക്കി മാറ്റി വെക്കുക. രണ്ട് വലുതാണെങ്കിൽ 3 പീസ് വരെ ആക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 3 ടീസ്പൂൺ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഈ വെണ്ടയ്ക്ക നമ്മൾ മിക്സാക്കി വെച്ച് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുമ്പം ഇതിൻ്റെ കൊഴുകൊഴാന്നിരിക്കുന്ന കൊഴുപ്പൊക്കെ മാറി കിട്ടുമ്പോൾ നമുക്കത് ഇതൊരു പാത്രത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള പൊടിയായി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും പിന്നെ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് തൈര് എടുക്കാം. അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്തൊരു സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഒരു തക്കാളി നമുക്ക് ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ മിക്സിയിൽ അടിച്ച് വേണമെങ്കിൽ പ്യൂരിയാക്കി ഇടാവും കേട്ടോ. അങ്ങനെ ചെയ്യാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തൈര് മിക്സാക്കി വെച്ചേക്കുന്നില്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിനകത്ത് ക്രഷ് ചെയ്ത് കൈ കൊണ്ടൊന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അടച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക വറുത്ത് വെച്ചേക്കുന്നില്ല, അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഗ്രേവി വേണ്ട, ഇച്ചിരി ഒന്ന് ലൂസായിരിക്കുന്ന രീതിയിൽ മാത്രം മതി. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്നുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്സി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഗരം മസാല ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മല്ലിയില മേളിൽ കൂടെ വെതറി കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലച്ച പരാട്ട എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് കാണാം. നോർമൽ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ ആട്ട കുഴച്ച് വെക്കാന്ന് വെച്ചാൽ സെയിം അതുപോലെ കുഴച്ചാൽ മതി. അതിനേക്കാൾ ഇച്ചിരി വലിയ ഉരുള വേണേ എടുക്കാൻ. ചപ്പാത്തി എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ നെയ്യാണേ തടവുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ആട്ട നമുക്കൊന്ന് ഡസ്റ്റ് ചെയ്യും. ആട്ട ഇതുകൊണ്ട് ഡസ്റ്റ് ചെയ്യുന്നത് നമ്മളെന്ന് വെച്ചാൽ ലച്ച പരാട്ട ഉണ്ടാക്കുമ്പോൾ അത് ലെയർസ് എല്ലാം വേറെ ആയി കിട്ടാനാണ് നമ്മളിങ്ങനെ ആട്ട വിതറി കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ലെയർസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് റോൾ ചെയ്യാം. ഇനി കുറച്ചും കൂടെ ആട്ടയ്ക്കകത്തോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിന് വേണം പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുകൊണ്ട് ഇത്രയും കനം കുറച്ച് പരത്താൻ പാടില്ല. ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ തവ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നമ്മൾ എങ്ങനെ ചുട്ടെടുക്കുന്നത് വെച്ചാൽ അതുപോലെ ചുട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ പറാട്ട അടിച്ചെടുക്കത്തില്ലേ, രണ്ട് കൈ കൊണ്ട് അടിച്ചെടുക്കുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാ ലെയേഴ്സും വേറെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഇതുപോലെ ലച്ച പറാട്ടയും ഈ കൂട്ടാനും കൂടെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.